ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ചൂടുകാലത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പൈനാപ്പിളാണ്. അപ്പോൾ 2 കപ്പ് പൈനാപ്പിൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം. പിന്നെ കുറച്ച് പുതിനയില, കുറച്ചൊരു 10 ലീഫ് മതിയാകും. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ലൈം ജ്യൂസ് വേണം. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ, പിന്നെ ഐസ് വാട്ടർ വേണം. ഇനി നമുക്കിതെങ്ങനെ ജ്യൂസാക്കി എടുക്കാൻ നോക്കാം. ഒരു ബ്ലെൻഡർ എടുത്തിട്ട് നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്നിച്ച് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ജിഞ്ചർ എടുത്താൽ മതി കേട്ടോ, കുറച്ച് പുതിനയില. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റായിട്ടുള്ള ഫ്ലേവർ കിട്ടിയാൽ മതി, നമുക്ക് കൂടി പോകരുത്. ഇനി ഇതിലോട്ട് കുറച്ച് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കണം. നമുക്കൊരു നാരങ്ങൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മധുരത്തിന് ആവശ്യമുള്ള ഷുഗറും ചേർത്ത് കൊടുക്കുക, ഐസ് വാട്ടറും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് അരിച്ചിട്ട് എടുക്കണം നല്ലോണം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിത് അരിച്ചിട്ടെടുത്തതാണ്. സെർവ് ചെയ്യുന്ന മുന്നേ നമുക്ക് ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണിത്. പൈനാപ്പിളിൻ്റെ കൂടെ ജിഞ്ചറും മിൻറ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്തായാലും അറിയിക്കണം. ആൻസ്ബഡ്സിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.